രാവിലെ എണീറ്റപ്പോൾ പതിവില്ലാതെ എന്തോ ഒരു എനർജിയൊക്കെ ഫീൽ ചെയ്തു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ജിമ്മിൽ പോയിട്ട് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്ത് അതിനുശേഷം എനിക്കൊന്ന് അൽദിയിൽ പോകണമായിരുന്നു. 2 ദിവസമായിട്ട് അടുപ്പിച്ച് ഡ്യൂട്ടി ഉണ്ടായിരുന്നുകൊണ്ട് സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്യാൻ വേണം. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം സാധനങ്ങൾ തന്നെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി നാളെ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് അരിയും ഉഴുന്നും ഒക്കെ കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. കുറച്ച് ദിവസം അടുപ്പിച്ച് ഓഫ് കിട്ടുമ്പോഴാണ് ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ നടക്കാറുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ അങ്ങനെ അതേപടി അവിടെ ഇരിക്കുകയായതുകൊണ്ട് അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം ഒരാഴ്ചത്തേക്ക് കുക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് തന്നെ എൻ്റെ ഫ്രിഡ്ജ് ഏകദേശം ഫുള്ളായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ചെടി പരിപാലനയിലേക്ക് കടക്കാമെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഈ ചെടിയെല്ലാം ഒന്ന് മാറ്റി നടണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാൾ അങ്ങനെ ചെടിയെല്ലാം പുറത്തു കൊണ്ടുവച്ച് മണ്ണെടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ആരോ കോളിംബെൽ അടിക്കുന്ന സൗണ്ട് കേട്ടത്. ചെന്ന് നോക്കിയപ്പോൾ ഇത് ആരേ വന്നേക്കണേ, നമ്മുടെ മൃദുല. അവള് സാധനം മേടിക്കാൻ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മുഖദർശനം തരാൻ വേണ്ടി കയറിയതാ. അങ്ങനെ അവൾ പോയി കഴിഞ്ഞ് പിന്നെയും ഞാൻ എൻ്റെ പണിയിലോട്ട് തിരിഞ്ഞു. ഈ ചെടികളെല്ലാം തന്നെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ മാറ്റി നടണമെന്ന് വിചാരിച്ചതാ. പക്ഷെ ഇവരെ വെറുതെ ഒരു ചട്ടിയിലോട്ടേക്ക് എടുത്തു വെച്ചിരുന്നുകൊണ്ട് ഇവർക്ക് ആർക്കും വെള്ളം തികയുന്നില്ലായിരുന്നു. ഇന്നാവട്ടെ നാളെ ആവട്ടെ എന്ന് പറഞ്ഞ് കുറേ നാളായി ഈ പണി അവിടെ ഇരിക്കുന്നു. അങ്ങനെ അവരെ എല്ലാം ഓരോ വഴിക്ക് കൊണ്ടേ വെച്ച് അവർക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരി ഒരു സമാധാനമായത്. ഇതിൽ അവർക്ക് മരുന്നടിക്കേണ്ട ദിവസമാണ്. പക്ഷെ ഇന്ന് എനിക്ക് മടിയായി. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഇച്ചിരി കുക്കിങ്ങിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത്യാവശ്യം വലിയൊരു കുക്കിങ്ങും അത് കഴിഞ്ഞ് നാളത്തേക്ക് ദോശയ്ക്കുള്ള മാവ് അരച്ചു വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പരിപാടി കഴിഞ്ഞു. പിന്നെ ഈ കുക്കിങ്ങിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ക്യാൻഡിൽ കത്തിക്കുന്നത്. അങ്ങനെ ക്യാൻഡിലും കത്തിച്ച് വെച്ച് അത് കഴിഞ്ഞ് തല നിറച്ച് എണ്ണ വെച്ച് ഒരു കുളിയും കൂടെ പാസ്സാക്കി കഴിഞ്ഞപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങ് തീർന്നു. അപ്പം ഇനി പിന്നെ കാണാം. ബൈ.